It's a great privilege to be with you again tonight. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഇതൊരു അവസരമെന്ന് ഞാൻ കരുതുന്നു. Namaskar. നമസ്കാരം. Kamon achen. എന്തുണ്ട് വിശേഷം? Kusi takun. എല്ലാവരും സന്തുഷ്ടരായിരിക്കുന്നോ? Why not be happy? എന്തുകൊണ്ട് നമ്മൾ സന്തോഷിച്ചുകൂടാ? We know who Jesus is. നമുക്കറിയാം ആരാണ് യേശു ക്രിസ്തു എന്ന്. And he is coming. അവൻ വേഗം വരുന്നു. What a blessing to have you here tonight. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നില്ല, അത് വലിയൊരു അനുഗ്രഹമെന്ന് കരുതുന്നു. Every one of you is important to God. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിന് പ്രാധാന്യം അർഹിക്കുന്നവരാണ്. He wanted you to be here tonight. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും ഇവിടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചതാണ്. To receive his blessing. ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ. And to receive God's great love to then go out and tell somebody else about it. ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങുകയും അതുപോലെ പുറത്തുപോയി ആ സ്നേഹത്തെക്കുറിച്ച് പങ്കിടുവാനും. Now before we move on, I want to be sure you remember these particular telephone numbers and WhatsApp number you can ask questions. നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇരിക്കുന്ന ടെലിഫോൺ നമ്പറുകളും അതുപോലെ വാട്സപ്പ് നമ്പറും നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തിക്കൊള്ളണം. So if you have a telephone, be sure to plug those numbers in. നിങ്ങൾക്ക് ടെലിഫോൺ ഉണ്ടെങ്കിൽ ആ നമ്പറുകൾ നിങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുക. If you don't have a telephone, you can just come and ask us. That's even easier. ടെലിഫോൺ ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. Now just before we go into tonight's subject, ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപായിട്ട്, which is very important about God's great laws of love. എന്നാൽ ദൈവത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. Let's review what we have been studying. നമ്മൾ പഠിച്ചതായ കാര്യങ്ങളെ ഒന്നും കൂടെ നമുക്ക് ആവർത്തിച്ച് നോക്കാം. On Friday night, വെള്ളിയാഴ്ച രാത്രിയിൽ, does anybody remember what we studied Friday night? വെള്ളിയാഴ്ച രാത്രിയിൽ പഠിച്ചത് ആരെങ്കിലും നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? What was the dream that Nebuchadnezzar had? നെബൂഖദ്നേസർ കണ്ടതായ ആ സ്വപ്നം അത് എന്തായിരുന്നു? The statue. ഒരു ബിംബം. Okay, so God predicts the future even to our day. ഓക്കെ, അത് ദൈവം ഇന്നുവരെ നടക്കുന്ന സംഭവങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. Now on Sabbath morning, Saturday morning, some of you were there. ശനിയാഴ്ച രാവിലെ ചിലർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. We studied about God giving his son Jesus to die for us. നമ്മൾ കണ്ടു ദൈവം തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഈ ലോകത്തിൽ തന്നു. And we understood that Jesus died for us. നമ്മൾ മനസ്സിലാക്കുന്നു കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. And he made a way of escape for us. നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ ഒരു മാർഗം തുറന്നു തന്നു. Then Saturday night we talked about end time signs, the end of the world. അങ്ങനെ ശനിയാഴ്ച രാത്രിയിൽ ആ അന്ത്യനാളുകളിലുള്ളതായ സൂചനകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. And so remember, God gives us signs of his second coming. ദൈവം നമുക്ക് ആ വീണ്ടും വരവേണ്ടിയായ ആ സൂചനകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. And you remember that very important chapter I told you about? ഞാൻ നിങ്ങളോട് പറഞ്ഞതായ ആ പ്രധാനപ്പെട്ട അധ്യായം. What chapter? അത് ഏത് അധ്യായമാണ്? Moti Chobish. അവിടെ മത്തായി 24. Moti Chobish. അത് മത്തായി 24ാമത്തെ അധ്യായം. Matthew 24. Matthew 24, മത്തായി 24. Wonderful. വളരെ നല്ലത്. Then we talked about last night that big controversy. ഇന്നലെ രാത്രിയിൽ നമ്മൾ ആ വലിയ പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ കണ്ടുവല്ലോ. Between Christ and Satan. അത് യേശു ക്രിസ്തുവും സാത്താനും തമ്മിലുള്ള യുദ്ധം. Good and evil. നന്മയും തിന്മയുമുള്ള പോരാട്ടം. And that there are evil spirits. അവരുടെ ദുരാത്മാക്കൾ ഉണ്ട് എന്നറിയാം. And those little gods that people have in their homes, God doesn't want you to have those. ജനങ്ങൾ തങ്ങളുടെ വീടുകളിൽ വെച്ചിരിക്കുന്ന കുട്ടി ദൈവങ്ങളെ ദൈവം വെക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. There is only one God. എന്നാലെന്ന് പറഞ്ഞാൽ ഒരു ദൈവം മാത്രമേ നമുക്കുള്ളൂ. And you can pray to him. ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. And the evil spirits can use these other little gods, and it's not good. അതായത് ആ ദുരാത്മാക്കൾ ആ കുട്ടി ദൈവങ്ങളെ എടുത്ത് ഉപയോഗിക്കും, അത് നല്ലതല്ല.
So tonight we're going to talk about God's law. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ ആയ ആ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. And actually this is Revelation's answer to the crumbling or falling values that we see today. ഇത് വെളിപാടിൻ്റെ ഒരു ഉത്തരമാണ് ഇന്ന് തകർച്ചയിലേക്ക് നീങ്ങുന്ന നിയമങ്ങളും സംസ്കാരങ്ങളും. Many years ago, in most societies, the home was a safe place. നമ്മൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഭവനം അല്ലെങ്കിൽ അത് കുടുംബം എന്നാണ്. But much has changed today. എന്നാൽ ഇന്ന് അധികമായി കുടുംബങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. Children even today are exposed between all kinds of versions of right and wrong. ഇന്ന് കുഞ്ഞുങ്ങൾ പോലും അനേകവിധമായ നന്മ തിന്മയായ കാര്യങ്ങൾ ഇന്ന് അവർ മുഖാമുഖമായി കാണുന്നു. And they are challenged to decide what is right and what is wrong. ഇന്ന് അവർ എന്താണ് ഒരു വെല്ലുവിളിയിലാണ്, എന്താണ് നല്ലത് എന്താണ് തീയതെന്ന്. Without something to guide our society, we become confused. ഇന്ന് ശരിയായ രീതിയിൽ സമൂഹത്തെ നയിക്കുവാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇന്ന് ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. Much of society today says, well, whatever you think is right, that's the right thing. ഇന്ന് സമൂഹത്തിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നു അതാണ് ശരി, അതാണ് ശരിയായത്. Nobody can tell you what to do, you just decide yourself. ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് ആരും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യാൻ തീരുമാനിക്കുന്നു അതങ്ങ് ചെയ്യുക. If it feels good, go ahead and do it if it doesn't hurt anyone. എവിടെ ഇത് നല്ലതെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ അതങ്ങ് നീ അങ്ങ് ചെയ്യുക, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ. Our society in many places in the world and even in Kolkata is that I want to do what makes me feel good. ഇന്ന് നോക്കുകയാണെങ്കിൽ ലോകത്തിലെമ്പാടും അതുപോലെ കൊൽക്കത്തയിലും ഉള്ള ഈ നഗരത്തിൽ എന്നാൽ എനിക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നല്ലതെന്ന് ഞാൻ ചെയ്യും. Now there's nothing wrong in feeling good. അങ്ങനെ നല്ലതെന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമൊന്നും ഇല്ല. That's what Nancy, my wife, is telling you about good health. അതുപോലെ തന്നെയാണ് നാൻസി എൻ്റെ ഭാര്യ അത് നല്ലതെന്ന് ആരോഗ്യത്തെക്കുറിച്ച് I പറയുന്നത്. told you to be happy. അതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും സന്തുഷ്ടരായിരിക്കണം. So there's nothing wrong in doing things that make us feel good if they are in accordance with God's law. നിങ്ങളെ സന്തുഷ്ടരാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു കാര്യങ്ങളും ഒരു തെറ്റും തന്നെ ഇല്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം. Now again, God's law is in the Holy Word. ദൈവത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലോ. The Holy Word is something, at least to me, very precious. അത് എനിക്ക് എന്ന് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അത് എനിക്ക് വളരെ വിലയേറപ്പെട്ടതായ ഒരു കാര്യമാണ്. Because these are not my thoughts. ഇതെല്ലാം എൻ്റെ ചിന്തകളല്ല. These are thoughts from God. ഇത് ദൈവികമായ ചിന്തകളാണ് എന്ന് അറിയുന്നു. Now, let's repeat in Bengali ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ നമുക്ക് our kind ആവർത്തിക്കാം. of special theme that we have. നമുക്ക് നമ്മുടെ ആപ്തവാക്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ഞാൻ അത് അംഗീകരിക്കുന്നു, എന്നാൽ വിരുദ്ധമായിട്ടുള്ള അതൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനത് അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല. Again, I'm going to tell you, don't believe what Pastor Wilson says. വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പാസ്റ്റർ വിൽസൺ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ടതില്ല unless it agrees with this holy word. അത് വചനത്തിന് അനുസൃതമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് അംഗീകരിക്കാവുള്ളൂ. Now, how do you protect the morality of people in a world that is so confused and immoral? ഇന്ന് വളരെയധികം ആശയക്കുഴപ്പത്തിലും ധാർമ്മിക വീഴ്ചയിലുമായിരിക്കുന്ന ഈ ലോകത്തിൽ ജനങ്ങളെ എങ്ങനെ How can രക്ഷിക്കാൻ you സാധിക്കും? protect your mind against things that you may see? നിങ്ങൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് അതൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. To help your children and your grandchildren. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കൊച്ചുമക്കളെയും സഹായിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഇത് ഞാൻ പറയുന്നത്. How can you be a good citizen of India and society in a world that is so confused? ഇന്ന് വളരെയധികം ആശയക്കുഴപ്പത്തിലിരിക്കുന്ന ഈ ലോകത്തിൽ എങ്ങനെ നല്ലൊരു പൗരനായി ഇന്ത്യയിൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും?
Well, our Bibles, this holy word, has the message for how you can do that. നമ്മളുടെ വേദപുസ്തകത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിന്റെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. It's a final message for a final people in the final days. ഈ അന്ത്യകാലഘട്ടത്തിൽ വസിക്കുന്ന ജനങ്ങൾക്ക് അന്ത്യമായിട്ട് നൽകുന്നതായ ഒരു വലിയൊരു ദൂതാണ്. Now here it is in Revelation chapter 14 verse 7. Let's read it. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. So this answers how to live a moral life. എങ്ങനെ ഒരു ധാർമ്മികമായുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് ഈ വചനങ്ങൾ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. First, you are to give God the glory. ദൈവത്തിന് ആദ്യമായിട്ട് നമ്മൾ അവന് മഹത്വം കൊടുക്കണം. Make him first in your life. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകണം. Why is there so much immorality in the world? ഇന്ന് ലോകത്തിൽ എന്തുകൊണ്ട് അധാർമ്മികത ഇന്ന് ഉച്ചഘട്ടത്തിൽ ഇരിക്കുന്നു? Because it involves the issue of responsibility. എന്താന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്വം എന്നുള്ളതായ ഒരു പ്രശ്നമുണ്ട്. Judgment calls for us to be accountable for our actions. നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളൊരു ഉത്തരവാദിത്വം ഉള്ളവരായി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. You see, if you're not really responsible for what you do, how can God hold you accountable? നിങ്ങൾ ചെയ്തതായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ഉത്തരവാദിത്വം അത് ഉള്ളതായി വിലയിരുത്തും. Oh, Pastor, I have no responsibility about being an alcoholic because my father was an alcoholic. മദ്യപാനിയായിരിക്കുന്നത് കൊണ്ട് പാസ്റ്ററെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. I'm not responsible. ഞാൻ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. Well, I'm a drug addict because I was abused as a child, so I'm not responsible. ഞാൻ ഇന്നൊരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുന്നു. ഞാൻ ചെറുപ്പത്തിലെ എന്നെ അവർ പീഡിപ്പിച്ചു. I steal things and I'm a criminal because it's just in my heredity. I'm not responsible. ഞാനൊരു കുറ്റവാളിയാണ്, ഞാൻ മോഷ്ടിക്കുന്നു, അത് ജന്മനാ എൻ്റെ രക്തത്തിൽ ഉള്ളതായ ഒരു സ്വഭാവമാണ്. But society that we live in is a society that generally says you're not responsible for your actions. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. And it also says that whatever is right or wrong you can determine in your own mind. നിങ്ങളുടെ ആ ചിന്തകളിൽ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങളത് ശരിയാണോ തെറ്റാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. Now, when you take the position that you are not responsible, നിങ്ങൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ന് വരാം. To any higher power, ഒരു എത്ര വലിയ ശക്തിയായിരുന്നാലും, then there is no judgment for you. നിങ്ങൾക്ക് യാതൊരു വിധമായ ന്യായവിധിയും അവിടെ ഇല്ല. And you don't have any moral standards to guide you. നിങ്ങൾക്ക് ഒരു ധാർമ്മികമായ യാതൊരു നിലപാടുകളും നിങ്ങൾക്ക് ഇല്ലെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. But God wants to help us understand എന്നാൽ ദൈവം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Judgment implies or means that there is responsibility and moral choices. ഇവിടെ ന്യായവിധി എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ളതാണ്. So does God have a certain standard that we should live by? നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു നിലവാരം എന്നത് അത് ദൈവം അതിന് ചില നിബന്ധനകളും കാര്യങ്ങളും വെച്ചിരിക്കുന്നു. Absolutely. ശരിയാണ്. God's law is the basis of morality and the standard of judgment. നമ്മളുടെ ആ ധാർമ്മികതയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ഒക്കെയാണ്. Your mind is not the standard, it is God's law that is the standard. നമ്മളുടെ ആ മനസ്സല്ല, എന്നാൽ ദൈവത്തിൻ്റെ നിയമമാണ് എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And whether we like it or not, we are responsible for our actions. നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്തതായ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. The Bible says, for the hour of his judgment has come. ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുമെന്ന് വേദപുസ്തകം ഇവിടെ വ്യക്തമായി പറയുന്നു.
Now the apostle James puts it in another way. അപ്പോസ്തലനായ യാക്കോബ് ഇപ്രകാരം വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു. Let's read James 2:12 in Bengali. യാക്കോബ് 2:12 മലയാളത്തിൽ നമുക്ക് വായിക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. Now, this is an interesting way of phrasing God's law, a law of liberty, not restriction. ഇവിടെ ദൈവത്തിൻ്റെ ആ നിയമത്തെക്കുറിച്ചുള്ള ഒരു വിവരണം വളരെ നല്ലതായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു നിയമമാണ്. Now, here are a few examples. ഇത് ചില ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. Okay, the sixth commandment says, "Thou shalt not kill." ഇവിടെ ആറാമത്തെ കൽപ്പന പറയുന്നത് കൊല ചെയ്യരുത്. It preserves the sanctity of life. അത് ജീവന്റെ ആയ പവിത്രതയെ നിലനിർത്തുന്നതായ ഒരു കൽപ്പനയാണ്. The seventh commandment says you should not commit adultery. ഏഴാമത്തെ കൽപ്പന ഇവിടെ പറയുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നാണ് അവിടെ വ്യക്തമായി നമുക്ക് കാണുന്നത്. Husbands and wives are to remain faithful to each other. ഭാര്യ ഭർതൃബന്ധത്തിൽ വിശ്വസ്തത പുലർത്തണം. This protects the institution of the family. അതായത് കുടുംബത്തിൻ്റെ ആയ ആ പവിത്രതയെ അത് കാത്ത് സൂക്ഷിക്കുന്നു. The eighth commandment says don't steal. എട്ടാമത്തെ കൽപ്പന പറയുന്നത് മോഷ്ടിക്കരുത്. This protects the possessions and property of society. സമൂഹത്തിൻ്റെ ആയ എല്ലാ സ്വത്തും സമ്പത്തുകളും എല്ലാം സുരക്ഷിതമായിരിക്കുവാനായിട്ടുള്ളതായ ആ ഒരു കൽപ്പനയാണ്. Now in most societies around the world, ഇന്ന് ലോകമെമ്പാടുമുള്ളതായ ആ സമൂഹങ്ങളിൽ basic laws like this are in place. അതായത് ഈ അടിസ്ഥാനപരമായ ഈ നിയമങ്ങൾ ഇന്ന് വീഴ്ച വന്നിരിക്കുകയാണ്. And if they were not, society would be totally in chaos. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമൂഹങ്ങൾ എല്ലാം തകർച്ചയിൽ എത്തിയിരിക്കും. Now let's read Revelation 11:19. വെളിപ്പാട് 11:19 നമുക്ക് വായിക്കാം. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. Now notice that interesting phrase, Ark of the Covenant. ഇവിടെ വളരെ രസകരമായ ആ വാക്ക് ശ്രദ്ധിക്കുക, നിയമപെട്ടകം എന്നുള്ളത്. What is that? അതെന്താണ്? Well, inside the sanctuary that was given by God to the children of Israel, ആ സമാഗമന കൂടാരത്തിൽ ദൈവം നൽകിയതായ ഒരു നിയമപെട്ടകം, and really represented the salvation process for all of us. നമ്മളുടെ രക്ഷയുടെ ആയ ആ പദ്ധതിയെ നടപ്പിലാക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു. Inside that sanctuary was a special container. ആ സമാഗമന കൂടാരത്തിൽ ഒരു പ്രത്യേകമായ ഒരു പെട്ടകമുണ്ടായിരുന്നു. It was a very sacred box. അത് പവിത്രമായ ഒരു പെട്ടകം. And it contained the actual law of God written with his own finger. ആ നിയമ പെട്ടകത്തിനുള്ളിൽ ദൈവത്തിന്റെ കൽപ്പനകൾ സ്വന്തം വിരലാൽ എഴുതപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്നു. God placed his moral law at the very center of the sanctuary. ആ സമാഗമന കൂടാരത്തിൽ തന്റെ ധാർമ്മികമായ നിയമങ്ങളെ ദൈവം അവിടെ വെച്ചിരുന്നു. As the foundation for all morality. എല്ലാവിധമായ ധാർമ്മികത്തിന്റെയും അടിസ്ഥാനമായിട്ട് അത് നിലനിന്നിരുന്നു. So the Ark of God's covenant contains his law. അപ്പോൾ ആ നിയമവട്ടത്തിനുള്ളിൽ ദൈവത്തിന്റെ ആ കൽപ്പനകൾ ഉണ്ടായിരുന്നു. And God's law is the foundation of his throne. അതായത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ നിയമമാണ്. Now the foundation of all God's laws is God's love. അതായത് ദൈവത്തിന്റെ നിയമവട്ടത്തിന്റെയും എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ സ്നേഹം തന്നെയാണ്. When God calls for us to keep his law, he is really saying, I want you to understand my great love for you and then your response to me. ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആയ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. Now, this is an interesting thing, and some of you need to understand this. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം.
You know, when we talked about Jesus dying on the cross as a substitute for us, നമുക്ക് വേണ്ടി പകരക്കാരനായ കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അവൻ മരിക്കുമ്പോൾ it was by his grace that we are saved. അവന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. Not by keeping the law with a checklist. എന്നാൽ ഇവിടെ നിയമത്തെ അവിടെ പാലിക്കുന്നുണ്ടോ എന്നൊരു ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ടല്ല. But the law is important. ദൈവത്തിന്റെ നിയമം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. And God's grace and the gospel is important. ആ ദൈവത്തിന്റെ കൃപയും ആ സുവിശേഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. So the judgment and the law are part of the gospel. ആ സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ് ന്യായവിധിയും സുവിശേഷവും. But someone says, but I thought we were saved by grace and we didn't need to keep God's law. ആ ചിലർ പറയും ദൈവത്തിന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിയമം പാലിക്കേണ്ട ആവശ്യമില്ല. When Jesus died on the cross, he died to pardon our sin. ദൈവം അവിടെ കാൽവരി ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടി. Because we were sinners and Jesus died in our place. നമ്മളെല്ലാവരും പാപികളായിരുന്നു, കർത്താവ് യേശുക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് അവൻ മരിച്ചു. So because we are sinners, we are judged to be sinful. നമ്മൾ പാപികളായിരിക്കുന്നതുകൊണ്ട് നമ്മൾ പാപിയാണെന്ന് വിധിക്കപ്പെടും. So judgment is part of the gospel. അതായത് സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ് ന്യായവിധി എന്നുള്ളത്. If God could have changed his law, then Jesus would not have had to die. ഇത് ദൈവം അങ്ങനെയുള്ള ഒരു നിയമം മാറ്റമുണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തു മരിക്കേണ്ടത് ആവശ്യമില്ല. But the Bible says, we read it the other day, the wages of sin, the results of sin is death. ഇവിടെ നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് പറയുന്നത്? പാപത്തിന്റെ ശമ്പളം മരണം. So if God's law was changed, why would Jesus have to die? ഇത് ആ നിയമങ്ങൾ മാറ്റപ്പെട്ടിരുന്നെങ്കിൽ എന്തുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു മരിക്കണം? Because we broke God's law. അത് ദൈവത്തിന്റെ നിയമത്തെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ ലംഘിച്ചിരിക്കുന്നു പ്രിയരെ. And God cannot change his law. ദൈവത്തിന്റെ നിയമങ്ങൾ ഒരിക്കലും അത് മാറുകയില്ല. Now look what 1 John 3 verse 4 says. 1 യോഹന്നാൻ 3:4 നമുക്ക് നോക്കാം. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. Now, ഇപ്പോൾ supposing somebody says, well, I don't think it's a sin to take somebody's coat from their house. ഞാനത് ഒരുവന്റെ കോട്ട് ഒരുവന്റെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് തെറ്റല്ലെന്ന് ഞാൻ കാണുന്നു. Well, sin is more than just what you think it നമ്മൾ might be. ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയാണ് പാപമെന്ന് ബൈബിൾ പറയുന്നു. Here's what the Holy Word says as the definition of sin. ഇവിടെ പാപത്തിന്റെ ആ ഒരു വ്യാഖ്യാനമാണ് ഇവിടെ വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തുന്നത്. Sin is breaking God's law. ഇവിടെ പാപം എന്നുള്ളത് കൽപ്പന ലംഘനമാണ്. So the Bible says don't commit adultery. ഇവിടെ വേദപുസ്തകം പറയുന്നു വ്യഭിചാരം ചെയ്യരുത്. Otherwise, if you do, that is sin. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പാപമാണ്. Now God's law is eternal. It is the standard which defines sin and it establishes our connection and accountability to God. ദൈവത്തിൻ്റെ നിയമം എന്നുള്ളത് നിത്യ നിയമമാണ്. അത് പാപത്തെ എന്താണെന്ന് വിവരിക്കുന്നു. അത് ദൈവവുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തെ രേഖപ്പെടുത്തുന്നു. So even if you don't think you are committing sin, നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ പാപം ചെയ്യുന്നു. and again your mind is not a good standard or determiner of sin. പാപത്തിനെ കുറിച്ച് വിലയിരുത്തുവാനായിട്ടുള്ള ഒരു ശരിയായുള്ള ഒരു തലച്ചോറല്ല. You still may be sinning. അത് നിങ്ങൾ വേണമെങ്കിൽ പാപം ചെയ്തുകൊണ്ടിരിക്കാമായിരിക്കാം. Even if you think you're not sinning. നിങ്ങൾ പാപം ചെയ്യുന്നില്ല നിങ്ങൾ ചിന്തിക്കാം, പക്ഷെ പാപം ചെയ്യും. The Bible says that sin is breaking God's law. വേദപുസ്തകം പറയുന്നു കൽപ്പന ലംഘനം പാപം ആണ് എന്ന്. Hour of God's judgment is come. ദൈവത്തിന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. So the Holy Word says that we are responsible for our actions. ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പ്രവൃത്തികൾക്ക് നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. And the Holy Word says that the foundation of God's law is and his throne is really God's law.
ദൈവത്തിൻ്റെ നിയമമാണ് അവൻ്റെയായ ആ രാജ്യത്തിനും അവൻ്റെയായ നിയമങ്ങൾക്കും അടിസ്ഥാനപരമായി എപ്പോഴും നിലനിൽക്കുന്നത്. So what your children, my children and grandchildren need, അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും വേണ്ടിയതായുള്ള കാര്യം എന്തെന്നാൽ is not to spend hours of time watching television, അതായത് ടി വി കണ്ട് സമയം കഴിക്കുവാനല്ല, or looking at strange things on electronic media, അതായത് ആ ഇലക്ട്രോണിക് ഉപകരണത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കുന്നതല്ല. They don't need murder and violence and immorality. അതായത് അതിൽ കൊലപാതകവും അതുപോലെ അധാർമികതയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണേണ്ട അത് അത്യാവശ്യമില്ല. Children and adults, അതായത് കുഞ്ഞുങ്ങളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും, need to be focusing on things that are honest and true. അതായത് സത്യസന്ധതയും അതുപോലെ തന്നെ വാസ്തവമായ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കേണ്ടത്. Things that will lift you up and help you see God's moral law. അത് നിങ്ങളെ ഉയർത്തുകയും ദൈവത്തിൻ്റെ ആയ ആ ധാർമ്മിക നിയമങ്ങളെ നമ്മൾ ദർശിക്കുവാനായിട്ടും അത് നമ്മളെ സഹായിക്കുമെന്നാണ് നമ്മൾ കാണുന്നത്. So rather than look at God's law as some kind of restriction, ദൈവത്തിൻ്റെ ആയ നിയമങ്ങൾ ചില വിധമായ തടസ്സങ്ങളോട് നമ്മൾ കാണുന്നതിനുപരി you should look at it as God's laws of happiness. അത് നമ്മൾ ദൈവത്തിൻ്റെ നിയമത്തെ വളരെയധികം സന്തുഷ്ടമായിട്ട് തന്നെ നമ്മൾ കാണണം. That's why അതുകൊണ്ട് it is a good thing to understand for each of us. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു നന്മയായ കാര്യം എന്തെന്നാൽ That truly what I introduced to you at the beginning, അത് ആദ്യമായിട്ട് നിങ്ങളോട് ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യത്തിൽ kushitakun, നിങ്ങൾ സന്തുഷ്ടരായിരിക്കണം. Kushitakun, there we അത് സന്തുഷ്ടരായിരിക്കണം. is shukri. നല്ലത്. Okay. Happiness. സന്തോഷം. Very good. You know, വളരെ I'm നല്ലത്. keep adding to my vocabulary in Bengali. വളരെ നല്ലത്. ഇതെല്ലാം മലയാളത്തിൽ ഞാൻ ചേർത്ത് And കൂട്ടുന്നു. you can help me. അത് നിങ്ങൾ എന്നെ സഹായിക്കുക. So to be happy, സന്തോഷമായിരിക്കുവാൻ വേണ്ടി the best way അത് വളരെ നല്ലൊരു മാർഗം is to accept God's laws of happiness. അതായത് ദൈവത്തിൻ്റെ ആ നിയമങ്ങൾ സന്തുഷ്ടമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. Because God's moral law protects us against the difficulties that we face. അതായത് ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങൾ ഈ ലോകത്തുള്ളതായ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. God's law is truly the pathway to freedom and happiness. സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴിയാണ് ദൈവത്തിൻ്റെ നിയമം. Because it protects us from a lifestyle that could destroy us. നമ്മളെ നശിപ്പിക്കുന്നതായ ഈ ജീവിത ശൈലിയിൽ നിന്ന് ഈ നിയമങ്ങൾ നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണം. So we need to understand that God wants us to love Him and keep His commandments. ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നാം ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ ആയ കൽപ്പനകളെ നമ്മൾ പാലിക്കുകയും വേണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. What a beautiful text that is in the book of John. ഇവിടെ യോഹന്നാനിൽ നമ്മൾ കാണുന്ന എത്ര മനോഹരമായ ഒരു വാക്യം. Jesus does not say, if you love me, don't keep my commandments. ഇവിടെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പാലിക്കേണ്ടതില്ലെന്നല്ല ദൈവം പറയുന്നത്. Our love's response is to keep God's commandments. നമ്മൾ ദൈവ സ്നേഹത്തിന് മറുപടിയായി അവൻ്റെ ആയ കൽപ്പനകളെ നമ്മൾ പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. We obey not because we want to earn special points to go to heaven. നമ്മൾ അവനെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത് സ്വർഗത്തിന് പോകുവാനായിട്ട് അധികമായ പോയിന്റുകൾ നേടുക എന്നുള്ളതല്ല. Because remember, we are saved by the blood of Jesus Christ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ എന്നാണത് അറിഞ്ഞിരിക്കണം. Saved by His grace. അവന്റെ ആ കൃപയാൽ മാത്രമാണ്. Only by His grace. അവന്റെ കൃപയാൽ മാത്രമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. When we accept that, ഇത് നമ്മൾ അംഗീകരിക്കുമ്പോൾ we accept also the working of God in our lives. അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആയ പ്രവർത്തനം എപ്രകാരം നടക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. And we become more and more like Jesus. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് കർത്താവായ ദൈവത്തെ പോലെ തീരും. To keep His commandments. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. Because they are the laws of happiness. അത് എന്താണ്? സന്തോഷത്തിൻ്റെ ആയ നിയമങ്ങൾ ആണ്.
So you obey God not in order to be saved, but because you are saved. അതായത് നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ പാലിക്കണമെന്നല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിയമങ്ങൾ പാലിക്കുക. Now what does John say in 1 John chapter 2? 1 യോഹന്നാൻ 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. If we know God, then we are born again. നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. And we love other people, and this is the verification that we know God. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നു, ഇതാണ് നമ്മുടെയായ വിലയിരുത്തൽ. Well, it goes on to say, he who says, I know him, but does not keep his commandments is a liar. അതായത് എനിക്ക് അവനെ അറിയാമെന്ന് പറയുകയും അവൻ്റെയായ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കള്ളം പറയുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. So when we are committed to God, നമ്മൾ ദൈവത്തോട് നമ്മൾ സമർപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ, when we genuinely know God through study of the Holy Word and prayer, ദൈവത്തെ യഥാർത്ഥമായിട്ട് തിരുവചനത്തിലൂടെയും പ്രാർത്ഥനയുടെയും നാം തിരിച്ചറിയുമ്പോൾ, and when we feel his love for us, അവൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, we are then surrendering our hearts to him. അവന് നമ്മുടെ ഹൃദയങ്ങളെ നാം അവൻ്റെ പക്കലേക്ക് നാം സമർപ്പിക്കുന്നു. The natural response is to obey him. അതിൻ്റെ യഥാർത്ഥമായ കാര്യമെന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. So if anybody you hear says, oh, don't worry about those commandments, ആരെങ്കിലും ഇവിടെ പറയുകയാണ് ആ കൽപ്പനയെക്കുറിച്ച് നിങ്ങളൊന്നും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട, they are only teaching you half of the gospel. അത് സുവിശേഷത്തിന് ഒരു ഭാഗമായി നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. Because God's laws of happiness were meant for all of us. അത് ദൈവത്തിൻ്റെ സന്തുഷ്ടമായ ആ നിയമങ്ങൾ നമുക്ക് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒന്നാണ്. So the idea of grace and the law are not fighting ideas. They don't fight against. കൃപയുടെയും ആ നിയമത്തിൻ്റെയും ഐഡിയകൾ എന്തെന്ന് പറഞ്ഞാൽ തമ്മിൽ പോരാടുക എന്നുള്ളതല്ല. What's the role of God's law? ഇവിടെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെയായ ആ പങ്ക് എന്താണ്? Okay, let's remember, we're saved by grace. We've said that. നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ. People before Jesus' death on the cross, they looked forward to that great event. അത് ദൈവത്തിൻ്റെ ക്രൂശ് മരണത്തിന് മുൻപേ എല്ലാവരും ആ ക്രൂശ് മരണത്തിലേക്ക് അവർ നോക്കിക്കൊണ്ട് ഇരുന്നതായി കാണുന്നു. That's why, as we studied the other day, a sinner would bring a little innocent lamb to the sanctuary and have to confess his or her sin over the lamb and then cut the lamb's throat. ഇവിടെ ഒരു പാപിയായ മനുഷ്യന് ഒരു കുഞ്ഞാടിനെ കൊണ്ടുവരികയും അതിൻ്റെ കഴുത്തറുത്ത് അതിന് അവിടെ പാപപരിഹാരത്തിന് വേണ്ടി അവിടെ യാഗം കഴിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. The lamb did not give salvation to the person. ആ കുഞ്ഞാട് നമുക്ക് രക്ഷയൊന്നും നമുക്ക് കൊണ്ടുവരുന്നില്ല. But the lamb, a perfect lamb, എന്നാൽ ഇവിടെ ഊനമറ്റ ഒരു കുഞ്ഞാട് was a symbol pointing to a perfect Jesus. അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സമ്പൂർണ്ണനായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. Bear the burdens and guilt of all of us. അവിടെ നമ്മുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും കുറ്റങ്ങളും എല്ലാം and die on the cross for you and for me. അവൻ വഹിച്ച കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. Now in the New Testament time, which we're living in now and beyond that, ഇത് ഇന്ന് പുതിയ നിയമ കാലത്തിൻ്റെയും അതിനപ്പുറത്ത് നമ്മൾ ജീവിക്കുന്ന നമ്മൾക്ക് വേണ്ടി people understood that we are saved by what Jesus did on the cross. നമ്മൾ കർത്താവ് യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിൽ നമുക്ക് ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കുന്നു. By the grace that he has given to us. നമ്മുടെ ആ കൃപ നിമിത്തം അവൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു. But if people say, but it's only grace, then what about the law? അപ്പോൾ കൃപയെക്കുറിച്ച് പറയുന്നു, എന്നാൽ നിയമത്തെക്കുറിച്ച് എന്താണ് ജനങ്ങൾ പറയുന്നത്?
Well, let's look at Romans chapter 3 verse 20. നമ്മൾ റോമർ 3:20 നമുക്ക് വായിക്കാം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. So the law tells us what is sin. അപ്പോൾ ഇവിടെ നിയമം ആ പാപം എന്താണ് എന്ന് നമുക്ക് പഠിപ്പിക്കുന്നു. If you do away with the law, then you have no sin because you don't know what sin is. അപ്പോൾ പാപം എന്താണെന്ന് അറിയുവാനായിട്ട് നിയമം ആവശ്യമാണ്. Now what does Paul say in Romans chapter 7? എന്താണ് അപ്പോസ്തലനായ പൗലോസ് റോമർ 7 പറയുന്നത്? 7-ാമത്തെ വാക്യം, ആകയാൽ നാം എന്തു പറയണ്ടോ, ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. So if you break God's law, that is sin. ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുമ്പോൾ അത് പാപമാണ്. So really the law is to define what sin is. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിയമം പാപത്തെ വിവരിക്കുന്നു. The law says this is right and this is wrong. പാപം ഇത് നല്ലതാണ് ഇത് തീയതാണ് എന്ന് സൂചിപ്പിക്കുന്നു. It sets God's standard for us. അത് ദൈവത്തിന്റെ ആ ധാർമ്മിക നിയമത്തെ നിലനിർത്തുന്നു. It's really for our benefit. അത് നമ്മുടെ ആയ നന്മയ്ക്കായി വേണ്ടിയാണ്. Now if you were to have enough money to go buy a car produced here in India, നമുക്ക് ഇന്ത്യയിൽ അത് ആവശ്യമായ പണം ഒരു കാർ മേടിക്കാൻ വേണ്ടിയുണ്ട്. you would find most probably a nice little book in the car. നിങ്ങൾ കാർ വാങ്ങിച്ച ശേഷം ഒരു നല്ലൊരു പുസ്തകം അവിടെ കാറിനുള്ളിൽ കാണാം. Now it's not a book just for easy reading, it's a book to tell you how to use your car. അത് എപ്രകാരം ആ കാർ ഉപയോഗിക്കാം എന്നുള്ളതായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ആ പുസ്തകമാണ് അത്. Because what's the big one of the big motor companies, Tata Motor Company or one of the big motor companies, they know what it takes to run that car well so you can drive it for 5-10 years. അതായത് അത് ഏത് മോട്ടോർ കമ്പനി ആയാലും അത് ടാറ്റയോ മറ്റുള്ള ഏത് മോട്ടോർ കമ്പനി ആണെങ്കിലും അവർക്കറിയാം അത് നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ആ കാർ 5 വർഷം 10 വർഷം വരെ ഉപയോഗിക്കാം. But if you take that book and say, I don't need that book, നിങ്ങൾ പറയുകയാണ് എനിക്ക് ഈ പുസ്തകമൊന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, I bought this new car and it should run fine, I don't have to do anything. ഞാൻ ഈ പുതിയ കാർ ഞാൻ വാങ്ങിച്ചു അതുകൊണ്ട് ഇത് നല്ലതായിട്ട് അത് ഓടണം എന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. Soon you will be in trouble. നിങ്ങൾ പെട്ടെന്ന് പ്രശ്നത്തിലാകും. You will not put oil in it. അതിനകത്ത് നിങ്ങൾ ഓയിൽ ഇടുന്നില്ല. You won't put some water in the radiator. അത് റേഡിയേറ്ററിൽ വെള്ളം നിങ്ങൾ ഒഴിക്കുന്നില്ലെങ്കിൽ you will have problems with your brakes if you don't get them checked. അത് ബ്രേക്ക് ഒന്നും നിങ്ങൾ പരിശോധിച്ചെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. And you will have an early end to your car. അതായത് ആ കാറിന്റെ പ്രവർത്തനം പെട്ടെന്ന് തന്നെ നിൽക്കും. So God says, I have given you certain rules to help you live better. അതായത് നിങ്ങൾക്ക് ചില നിയമങ്ങൾ നൽകിയിരിക്കുന്നത് നിങ്ങൾ ദീർഘായുസ്സോടെ ജീവിക്കുവാൻ വേണ്ടിയാണെന്ന് ദൈവം പറയുന്നു. God wants us to understand that his laws are really laws of happiness. അതായത് ദൈവം ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവന്റെ നിയമം എല്ലാം സന്തോഷത്തിന് വേണ്ടി. What's the role of grace? ആ കൃപയുടെയായ പങ്ക് എന്താണ്? Let's look at Ephesians chapter 2. എഫെസ്യർ 2-ാം അധ്യായം നമുക്ക് നോക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു എന്ന് 8-ാമത്തെ വാക്യം അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുന്നു. You see, grace is God's mercy, his pardon, his forgiveness, his power and his love. ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത് ദൈവത്തിൻ്റെ ദയ, അവൻ്റെ കൃപ, അങ്ങനെ അവൻ്റെ ആയ സ്നേഹത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്നു. This is the way that God operates. ഇങ്ങനെയാണ് ദൈവം തൻ്റെ കാര്യങ്ങൾ അവിടെ നടത്തുന്നത്. So does grace do away with God's law? അത് ആ കൃപ ആ നിയമത്തിൽ നിന്ന് അത് അകറ്റപ്പെട്ടിരിക്കുന്നുവോ? No, because we are saved by his grace. എന്നാൽ നാം കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. Look at what Paul says in Romans chapter 3. റോമർ 3-ാം അധ്യായം 31, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കത്രേ ചെയ്യുന്നത്.
Paul says we didn't come to destroy the law, but we came to establish the law. We establish it. നമ്മളിവിടെ ന്യായപ്രമാണത്തെ നശിപ്പിക്കുവാനല്ല, എന്നാൽ ഉറപ്പിക്കുവാനത്രേ എന്നാണ് പൗലോസ് Now, what did പറയുന്നത്. Jesus say in Matthew chapter 5? മത്തായി 5 കർത്താവ് യേശുക്രിസ്തു എന്താണ് പറയുന്നത്? 17-ാമത്തെ വാക്യം, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ. So Jesus didn't come to destroy the law. He gave the law. He came to fulfill it. യേശുക്രിസ്തു നിയമത്തെ നശിപ്പിക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഈ ലോകത്തിൽ വന്നത്. And Jesus himself obeyed the law. ആ കർത്താവ് യേശുക്രിസ്തു നിയമത്തെ പാലിച്ചതായിട്ടാണ് നാം Now കാണുന്നത്. look at Romans chapter 6 verse 14. ഇവിടെ റോമർ 6:14 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. Now let's ask the question. ഒരു ചോദ്യം ചോദിക്കാം. When does sin have control over us? എപ്പോഴാണ് പാപം നമ്മളെ ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്? When we follow our way, not God's way. നാം ദൈവത്തിന്റെ വഴികളെ ത്യജിച്ച് നമ്മുടെ വഴികളിൽ നടക്കുമ്പോഴാണ്. When you just say, well, I don't care what God's law says, I'm just going to go and do whatever I want. ദൈവത്തിന്റെ നിയമമൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ എൻ്റെ സ്വന്തമായ വഴികളിൽ ഞാൻ നടക്കുവാൻ പോവുകയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ, then the devil and sin can get hold of you. നിങ്ങളെ പിശാചും പാപവും നിങ്ങളെ കടന്നാക്രമിക്കും. Because the holy word says that sin is the transgression of the law. ഇവിടെ എന്താണ് പറയുന്നത്? കൽപ്പനാലംഘനം പാപമത്രേ എന്നാണ് പറയുന്നത്. Now, but what does it mean to be under the law? ആ നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് പറയുന്നത് എന്താണ്? It means to be under the law as a method of salvation. അതായത് ആ നിയമത്തിന് കീഴ്പ്പെട്ട് അത് രക്ഷയുടെ പദ്ധതിയിൽ കീഴ്പ്പെട്ടിരിക്കുക. Means that to be under the condemnation because I broke the law. നിയമത്തെ ലംഘിക്കുമ്പോൾ നിയമം നമ്മളെ കുറ്റവിധിക്കുന്ന ആയ ഒരു സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. So God wants us to understand that we need to be close to Him to understand His role in helping us to truly depend upon Him so that we will not sin. നാം ദൈവവുമായുള്ള ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കണം. എന്തെന്നാൽ നാം പാപം ചെയ്യാതിരിക്കുവാനായിട്ട് അവനുമായുള്ള ഒരു അഗാധമായ ബന്ധം സ്ഥാപിക്കണം. And when we do sin, we can go to Him and ask for forgiveness, and He will fill our lives with happiness. നമ്മൾ പാപം ചെയ്യുമ്പോൾ അവനോട് ചെന്ന് ക്ഷമാപണം ചെയ്യുകയും അവൻ നമ്മുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. What does it mean to be under grace? നമ്മൾ കൃപയിൻ കീഴിൽപ്പെട്ടിരിക്കുന്നതിന് അർത്ഥം എന്താണ്? You come to the foot of the cross. നമ്മൾ ക്രൂശിന്റെ ചുവട്ടിലേക്ക് എത്തുന്ന അനുഭവമാണ്. And you kneel at the foot of the cross. നമ്മൾ ആ ക്രൂശിന്റെ ചുവട്ടിൽ നാം മുട്ടുകുത്തിയിരുന്നുകൊണ്ട്, and Christ helps you to understand Christ's pardon. അങ്ങനെ ക്രിസ്തു നമ്മളെ സഹായിക്കുന്നതിനാൽ അവന്റെ ആ ക്ഷമാപണത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ. You receive Christ's forgiveness and you're filled with His power. അവന്റെ ക്ഷമാപണം നമുക്ക് ലഭിക്കുകയും അവന്റെ ശക്തിയാൽ നമ്മളെ നിറയ്ക്കുന്നു. And Christ writes His law in your heart and in your mind. നമ്മുടെ ആ ഹൃദയങ്ങളിലും അവന്റെ തലച്ചോറുകളിലും എന്ത് ചെയ്യുന്നു? അവന്റെ നിയമങ്ങളെ എഴുതുന്നു. When you are filling your mind with positive things from the Holy Word, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അനുകൂലപരമായ കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുമ്പോൾ, when you are inviting the power of God to live in you, ദൈവശക്തിയെ നമ്മളുള്ളിൽ വസിക്കുവാനായിട്ട് നമ്മൾ ക്ഷണിക്കുമ്പോൾ, then God's laws are written on your mind and your heart. അങ്ങനെ നമ്മളുടെ ആ ഹൃദയത്തിലും നമ്മുടെ മനസ്സുകളിലും ദൈവത്തിന്റെ നിയമങ്ങൾ എഴുതപ്പെടും. And you want to obey God. അങ്ങനെ ദൈവത്തെ നമ്മൾ അനുസരിക്കുവാനായിട്ട് ആഗ്രഹിക്കും. And you come to Jesus' feet. അങ്ങനെ ദൈവത്തിന്റെ കാൽച്ചുവട്ടിലേക്ക് നമ്മൾ കടന്നു വരും. Jesus says to you, ദൈവം നിങ്ങളോട് പറയുന്നു, my dear child, എന്നെ പ്രിയ മകനെ, no matter what you've done in the past, നീ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങൾ, no matter how sinful your life may have been, എത്ര ഹീനകരമായിരുന്നാലും, I will forgive you. ഞാൻ നിന്നെ ക്ഷമിക്കും എന്ന് ദൈവം പറയുന്നു. And you can begin again.
അത് നിന്റെ ജീവിതം പുതിയൊരു ജീവിതം പിന്നീടും ആരംഭിക്കുന്നു. What a marvelous opportunity എന്ത് ഒരു വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു to be അവസരമാണ് close to God നിങ്ങൾ ദൈവവുമായുള്ള ഒരു അടുത്ത and ബന്ധം to സ്ഥാപിക്കുവാൻ. understand that He wants to help us. അങ്ങനെ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് അറിയുവാൻ. So the law reveals our need. അങ്ങനെ ആ നിയമം നമ്മൾക്ക് നമ്മുടെ ആവശ്യകതയെ We അറിയിക്കുന്നു. realize that we are sinners. നമ്മൾ പാപിയാണ് എന്ന് നമ്മളെ തിരിച്ചറിയുവാൻ We come സഹായിക്കുന്നു. to Jesus, നമ്മൾ യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് വരുന്നു. and His law helps to reveal our need. അങ്ങനെ അവന്റെ നിയമം നമുക്ക് എന്താണ് ആവശ്യമെന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. We see that we are impatient. നമ്മൾ ചിലപ്പോൾ നമ്മൾ എന്താണ് ക്ഷമയില്ലാത്തവരായി കാണപ്പെടുന്നു. We're not as kind as we should. നമ്മൾ സ്നേഹമുള്ളവരായി കാണപ്പെടേണ്ടതുപോലെ അല്ല. And we fall at God's feet. നമ്മൾ അവന്റെ കാൽക്കീഴിൽ നമ്മൾ ശരണം പ്രാപിക്കുന്നു. And He helps us to understand what it is that He wishes for us to do. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ നമ്മളെ അറിയിക്കുന്നു. What does Psalm 19:7 say? യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. 19:7. So the Lord is helping us to understand better how to approach Him. എങ്ങനെ ദൈവത്തെ സമീപിക്കാം എന്ന് ദൈവം നമ്മളെ വാക്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. To gain His wonderful involvement in our life. അവൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. Somebody came to Jesus one time and they tried to trick Him. ഒരു ദിവസം ആരോ വന്ന് ദൈവത്തെ അവിടെ കബളിപ്പിക്കുവാനായിട്ട് പരീക്ഷിക്കുവാൻ നോക്കി. It was a lawyer. അവനൊരു ന്യായപാലകനായിരുന്നു. Read about it in Matthew 22. മത്തായി 22 നമുക്ക് വായിക്കാം. ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. Now what was Jesus doing? ഇവിടെ യേശു എന്താണ് ഇവിടെ ചെയ്യുന്നത്? He was summarizing the 10 commandments. ഇവിടെ 10 കൽപ്പനകളെ ചുരുക്കത്തിൽ ഇവിടെ അവലോകനം ചെയ്യുകയാണ്. Because Jesus said, on these 2 commandments hang all the law and the prophets. ഇത് കർത്താവായ ദൈവം ഈ 2 കൽപ്പനകൾ, മറ്റ് 10 കൽപ്പനകൾ, എല്ലാം നിയമങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. And both of those beautiful commandments can be summarized in one word. ഇത് ആ കൽപ്പനകൾ എല്ലാം ഒറ്റ വാക്യത്തിൽ അടക്കി നമുക്ക് പറയുവാൻ സാധിക്കും. Love. അതെന്താണ്? സ്നേഹം. Love for God and love for human beings. ദൈവത്തിനോടുള്ള സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം. So the first 4 commandments of the 10 relate to our love to God. അതായത് ആദ്യത്തെ 4 ആ ദൈവത്തോടുള്ള സ്നേഹത്തെ വിവരിക്കുന്നു. The last 6 commandments relate to our love towards human beings. അതായത് ശേഷം 6 കൽപ്പനകൾ അത് നമ്മുടെയായ സഹോദരങ്ങളോടുള്ള സ്നേഹത്തെ വിവരിക്കുന്നു. Love always leads us to obedience. അതായത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്നേഹം എപ്പോഴും അനുസരണത്തിലേക്ക് നയിക്കുന്നു. Keeping God's law doesn't put you in bondage or in prison. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരു തുറങ്കലിലോ എന്നൊന്നും നിങ്ങൾ പ്രവേശിക്കേണ്ട It ആവശ്യമില്ല. actually takes you out of being restricted. It's a law of love. ശരിക്കും നിങ്ങളെ ആ ബന്ധനത്തിന്റെ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് നിങ്ങളെ വിടുതലിലേക്ക് നയിക്കുന്നു. Listen how these were introduced. ഈ വാക്യം എങ്ങനെയാണ് ഇത് പരിചയപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. Okay, you can read that. അടിമ വീടായ മിസ്രയീം ദേശത്തുനിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. Now let's actually read those commandments that God gave. He wrote them with His own finger. ആ ദൈവത്തിന്റെ സ്വന്തം വിരലാൽ എഴുതപ്പെട്ടതായ ആ കൽപ്പനകൾ നമുക്ക് നന്നായി വായിക്കാം. All right, beginning with verse 3, and we're going to read quite a bit here. ഇവിടെ 3-ാമത്തെ വാക്യം മുതൽ ആരംഭിച്ച് നമ്മൾ വായിക്കുവാൻ പോവുകയാണ്. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. So God says, I want to be number 1 in your life.
ദൈവം പറയുന്നു, ഞാൻ നിനക്ക് നിന്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം വഹിക്കണം. Don't make any graven images to me or for anything. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. Come to me directly. നിങ്ങൾ നേരിട്ട് എൻ്റെ അരികിലേക്ക് കടന്നു വരുവീൻ. And the Lord tells us, don't take my name in vain. Don't just use my name any way you want. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത് എന്ന് പറയുന്നു. And then God tells us in the next commandment അടുത്ത കൽപ്പനയിൽ പറയുന്നത് that we should remember the Sabbath day to keep it holy. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറയുന്നു. We will have 2 lectures on this subject in the next few days. അടുത്ത 2 ദിവസങ്ങളിൽ 2 ലെക്ചറുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. 6 days you can work, but the 7th belongs to God. 6 ദിവസം നീ വേല ചെയ്യാം, എന്നാൽ 7-ാം ദിവസം അത് യഹോവയുടെ ദിനമാണ്. And the first day of the week is Sunday. അങ്ങനെ ഞായറാഴ്ച ആഴ്ചയുടെ 1-ാമത്തെ ദിവസം. That has been shown to be historically validated all around the world. അത് 1-ാമത്തെ ദിനമായിട്ട് ലോകമെമ്പാടും 1-ാമത്തെ ദിനമെന്ന് തന്നെ അത് സൂചിപ്പിച്ചിരിക്കുന്നു. So that would make the 7th day what day? അപ്പോൾ 7-ാമത്തെ ദിവസം ഏതാണ്? Saturday. അത് ശനിയാഴ്ചയാണ്. And that's the day God says is a special day for us to commune with him. അന്ന് ആ ദിവസം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുള്ള ഒരു ദിനമാണ് ദൈവവുമായി നമ്മൾ അവനെ ആരാധിക്കുവാൻ, അവനോട് സംഭാഷണം ചെയ്യുവാൻ. Because he is the creator of the universe. അവൻ ഈ ലോകത്തിന്റെയും അഖിലാണ്ടത്തിന്റെയും എല്ലാം സൃഷ്ടികർത്തനാണ്. So we should worship him who made us. ആ നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. God wants us to be very close to him in all that we do. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അവനുമായി അടുത്ത് നിലകൊള്ളണമെന്നാണ്. Honor our father and mother. നമ്മൾ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. That is a wonderful thing in most societies. അത് പല സമൂഹങ്ങളിലും അത് ഏറ്റവും പരമോന്നതമായ ഒരു കാര്യമാണ്. Today even that is breaking down. എന്നാൽ ഇന്ന് അതും വലിയൊരു വീഴ്ച വന്നിരിക്കുന്നു. God asks us to not kill. നമ്മൾ കൊല ചെയ്യരുതെന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. And he wants us to understand this is a basic of life. ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഒരു കാര്യമാണ് എന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അത് മനസ്സിലാക്കണം എന്ന് ദൈവം അത് ആഗ്രഹിക്കുന്നു. Again, as we've said before, do not commit adultery. വ്യഭിചാരം ചെയ്യരുത് എന്ന് ഇവിടെ കൽപ്പന ഇവിടെ പറയുന്നു. Keep the family together. ആ കുടുംബം ഐക്യതയിൽ നിലനിർത്തണം. And then the next one is thou shalt not steal. അതായത് മോഷ്ടിക്കരുത് എന്ന് പറയുന്നു. And thou shalt not bear false witness. മറ്റുള്ളവർ കള്ളസാക്ഷ്യം പറയരുതെന്ന് പറയുന്നു. Don't lie against people and gossip. അത് മറ്റുള്ളവർ കള്ളസാക്ഷ്യം പറയരുത് എന്ന് ഇവിടെ വചനം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. Don't covet somebody else's things. മറ്റുള്ളവരുടെ ഒന്നും തന്നെ അതൊന്നും മോഹിക്കരുത് എന്ന് പറയുന്നു. And God wants us to understand that in our society we must be so close to him that he will help us to keep all his precepts or his laws. ഈ സമൂഹത്തിൽ ദൈവവുമായുള്ള ഒരു അടുത്ത ബന്ധം നാം നിലനിർത്തിക്കൊണ്ട് അവൻ്റെയായ കൽപ്പനകളെ നാം മുഴുവനുമായിട്ട് നമ്മൾ പാലിക്കണമെന്ന് കാണുന്നു. Satan lost heaven because of disobedience. അതായത് സാത്താൻ സ്വർഗം നഷ്ടപ്പെട്ടത് അവൻ്റെയായ അനുസരണക്കേട് നിമിത്തമാണ്. Adam and Eve lost Eden because of disobedience. ആദാമിനും ഹവ്വയ്ക്കും ഏദൻ തോട്ടം നഷ്ടപ്പെട്ടത് അത് ആ ഒരു അനുസരണക്കേട് നിമിത്തമാണ്. God is calling us back to obedience. ദൈവം ഇന്ന് നമ്മളെ വിളിക്കുന്നത് ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി മാത്രമാണ്. Not through our own power but our connection with him. നമ്മളുടെ സ്വന്തം ശക്തിയാലല്ല, എന്നാൽ ദൈവവുമായുള്ള ആ ആത്മീയ ബന്ധത്താൽ മാത്രം. Wants to write his laws on our minds and our hearts. നമ്മളുടെ ആ തലച്ചോറിലും നമ്മളുടെ ഹൃദയങ്ങളിൽ ദൈവം എഴുതുവാൻ ആഗ്രഹിക്കുന്നു. Because we love him. എന്തെന്നാൽ നാം അവനെ സ്നേഹിക്കുന്നു. God will have a last day people who will have his law written in their hearts. അതായത് അന്ത്യ കാലഘട്ടങ്ങളിൽ അവനൊരു ജനം ഉണ്ടായിരിക്കും, അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ നിയമങ്ങൾ എഴുതപ്പെട്ടത്. Now let's read a description of this last day
people. ഈ അന്ത്യകാലഘട്ടത്തിലുള്ള ജനത്തെക്കുറിച്ചുള്ള ആ വിവരണത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. Verse 12 of Revelation 14. വെളിപ്പാട് 14:12. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് പറയുന്നു. So the last chapter of Revelation describes it this way. And let's read Revelation 22:14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് 22:14 പറയുന്നു. Jesus Christ pardons us. He forgives us. യേശു ക്രിസ്തു നമ്മളെ ക്ഷമിക്കുന്നു. And Jesus tells us in a wonderful way, come here and I will give you mercy. ദൈവം അത്ഭുതകരമായി നമ്മളോട് പറയുന്നു, വരുവിൻ എൻ്റെ അരികിലേക്ക് എന്ന് അവൻ ക്ഷണിക്കുന്നു, നമുക്ക് ദയ ലഭിക്കുവാൻ വേണ്ടി. Christ looks into your eyes. കർത്താവായ ദൈവം നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നു. And he says, I have something special I want to do for you. ഞാൻ ഒരു പ്രത്യേകമായ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I want to change your life. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to make you a new man. നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. A new woman. ഒരു പുതിയൊരു സ്ത്രീയായി ആക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to make you a new creature in me. ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങളെ ആക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Tonight, as we focus upon God's law of happiness, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആ സന്തോഷമായ ആ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചല്ലോ. how many of you would like to say, Jesus, come into my life? എത്ര പേർക്ക് നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും, ദൈവമേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ? Amen. ആമേൻ. How many of you want to say to Jesus, do for me what it is impossible for me to do for myself? ദൈവമേ, നീ അങ്ങ് അവിടുന്ന് എന്നിൽ പ്രവർത്തിക്കണമേ, ഞാൻ സ്വയമേ ചെയ്യുവാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങ് അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്യണമേ. Jesus is calling you in a wonderful way to follow him. ദൈവം നിങ്ങളെ അവൻ്റെ സന്നിധിയിലേക്ക് അവനെ പിന്തുടരുവാനായിട്ട് അവൻ ക്ഷണിക്കുന്നു. And he is putting his hand out to you. അവൻ്റെ കരങ്ങൾ നിങ്ങളിലേക്ക് നീട്ടുന്നു. He's saying, I have a better way. എനിക്ക് മികച്ച ഒരു നല്ലൊരു വഴി എനിക്ക് ഉണ്ട്. A happier way. ഒരു സന്തോഷമായ ഒരു A way മാർഗമുണ്ട്. that will give you a guide for society. നിങ്ങളുടെ സമൂഹത്തിന് ഒരു വഴികാട്ടിയായി തീരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. And it's not just what you think in your own mind. നിങ്ങളുടെ ആ ചിന്തകളിൽ ചിന്തിക്കുന്ന പോലെയല്ല. It's my special book of rules that will help your life to be happier. ഇത് എന്റെ പ്രത്യേകമായ ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. You are saved by my grace, Jesus says. യേശു ക്രിസ്തു പറയുന്നു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. But I want to put my law in your mind and your hearts. എൻ്റെ നിയമങ്ങളെ നിങ്ങളുടെയായ ആ തലച്ചോറിലും നിങ്ങളുടെയായ മനസ്സുകളിലും എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. You will serve me out of love. സ്നേഹത്താൽ എനിക്ക് വേണ്ടി നിങ്ങൾ സേവനം ചെയ്യുക എന്ന് പറയുന്നു. How many of you tonight ഇന്ന് രാത്രിയിൽ എത്ര പേര് like to say, Lord, control me and let me live for you? ദൈവമേ, എന്നെ നിയന്ത്രിക്കുകയും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? Would you just stand to your feet? നിങ്ങളുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാമോ? Dear Lord in heaven, സ്നേഹവാനായ ദൈവമേ, thank you for being with us tonight. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ നന്ദി. Thank you for helping us to understand from the book of Revelation and throughout the Bible that you are a God of love. ദൈവമേ, വെളിപാട് പ്രപഞ്ചത്തിലൂടെയും അതുപോലെ ദൈവികമായ വേദപുസ്തകത്തിലൂടെയും എല്ലാം നീ സ്നേഹവാനാണ് ദൈവം എന്ന് ഞങ്ങൾ പഠിപ്പിച്ചതിന് സ്തോത്രം. Thank you for bringing everyone here tonight. ഇന്ന് രാത്രിയിൽ ഇവരെല്ലാവരും ഇവിടെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. Now, Lord, in a special way, keep everyone safe. എല്ലാവരും പ്രത്യേകമായി കാത്തു രക്ഷിക്കണമേ. Bring them back again on Wednesday night. ഇനിയും അവരെ ബുധനാഴ്ച അവരെ മടക്കി എത്തിക്കണമേ. You know that tomorrow night we will not have a meeting here. നാളെ രാത്രി ഇവിടെ ഒരു മീറ്റിംഗ് ഞങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. So keep everyone safe until Wednesday night.
ദൈവമേ ബുധനാഴ്ച വരെ അങ്ങയുടെ കരവലയത്തിൽ അവരെ സംരക്ഷിക്കണമേ. And Lord, please help us as we will be studying about your beautiful eternal sign. ആ നിത്യമായ ആ സൂചനകളെ കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളെ അവിടെ സംരക്ഷിക്കണമേ. A sign which you established at the beginning of this earth. ആ ലോകം ആരംഭം മുതൽ അവിടെ അങ്ങോട്ട് സ്ഥാപിച്ചതായ ആ അടയാളത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ For a connection with you. ദൈവവുമായുള്ള ആ ബന്ധത്തിൽ, a connection every week. ദൈവമേ എല്ലാ ആഴ്ചകളും അങ്ങയുമായുള്ള ഒരു ബന്ധത്തിൽ that gives us a special opportunity to know you better. അത് ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് കൂടുതൽ അറിയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നു. To honor you as our creator. ദൈവമേ അങ്ങയെ ഞങ്ങളുടെ സൃഷ്ടിതാവായിട്ട് ഞങ്ങൾ മാനിക്കുവാനായിട്ട്. So Lord, bless everyone here tonight. ഇന്ന് രാത്രി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. Every family represented. എല്ലാ കുടുംബങ്ങൾ അങ്ങോട്ട് അനുഗ്രഹിക്കണമേ. Keep us safe until Wednesday night. ബുധനാഴ്ച വരെ അങ്ങയുടെ കരവലയത്തിൽ നിങ്ങളെ സംരക്ഷിക്കണമേ. And Lord, fill our hearts with your presence. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. So that we will keep your law of happiness. ആയതിനാൽ നിന്റെ നിത്യമായ ആ സന്തോഷത്തിന്റെ നിയമങ്ങൾ ഞങ്ങൾ പാലിക്കുവാനായിട്ട് all through your power. ദൈവത്തിന്റെ ആ ദിവ്യ ശക്തിയാൽ we thank you and we ask this നന്ദി അർപ്പിക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നു in the powerful name of our Savior and coming King. സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലും വരുവാനിരിക്കുന്നതായ രാജാവിന്റെയും നാമത്തിൽ Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവേ. Amen. ആമേൻ.